എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രകടമായ ഒരു ചോദ്യമാണ് ഇത്. ഈ അടുത്ത സമയത്ത് അർണാബ് ഗോസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഞങ്ങളൊരു വാർത്താചാനൽ നടത്തുന്ന ഒരു സംഘം പ്രധാനമന്ത്രിയെ കണ്ടുപിടിക്കും. അപ്പൊ ഈ വാർത്താ മാധ്യമങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഈ ചർച്ചാവേളയിൽ അർണാബ് ഒരു വലിയ പ്രശ്നമായിട്ട് പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഉന്നയിച്ച ഒരു സംഭവമായിരുന്നു ഈ ലേലം എന്ന് പറയുന്നത്. ഉപയോഗിച്ച വാക്കുകളൊക്കെ മലയാളീകരിച്ചു കഴിഞ്ഞാൽ കുത്തകൾ ഈ രംഗം പിടിക്കുന്നതോടെ വാർത്താ മാധ്യമങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. വളരെ സശ്രദ്ധം ഇദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനമൊക്കെ കേട്ടിട്ട് പ്രധാനമന്ത്രി ഒരു ചോദ്യമേ ചോദിച്ചോളൂ: ഇതിനെന്ത് ചെയ്യാൻ കഴിയും, ഒരു സർക്കാരിന് ഇതിൽ ഇടപെടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അർണാബ് പറഞ്ഞു, ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നിൽക്കുമ്പോഴായിരിക്കും കസ്റ്റമർ എന്തുകൊണ്ട് ഗുണമാകുക, നല്ല ക്വാളിറ്റി കണ്ടന്റ് കിട്ടും, ഈ കോമ്പറ്റീഷൻ കൊണ്ട് ഒരുപാട് വേറെ സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു: സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കമ്പനികൾ തമ്മിൽ ലയിക്കാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിലെ നിലവിലേക്ക് നിയമ വ്യവസ്ഥയനുസരിച്ച് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിയമപരമായ ലയനമാണെങ്കിൽ. പത്മാവർ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ചെറുകിട സ്ഥാപനങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും. ഈ ലേലം കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് ജിയോയ്ക്കും അതുപോലെ ഡിസ്നിക്കും തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ വലിയ സ്ഥാപനങ്ങൾ പടർന്ന് പന്തലിക്കുമ്പോൾ ഈ അരയാലിന്റെ കീഴിൽ നിൽക്കുന്ന ചെറിയ ചെറിയ മരങ്ങൾ പട്ടുപോകും എന്ന് പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ എന്റർടൈൻമെന്റ് ടെലിവിഷൻ ചാനലുകളിൽ നിലവാരമുള്ള പരമ്പരകൾ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. യാഥാർത്ഥ്യത്തിന്റെ അടുത്തെങ്കിലും നിൽക്കുന്ന പരമ്പരകൾ വേണം സംപ്രേഷണം ചെയ്യാൻ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ ഫ്ലവേഴ്സ് ആരംഭിച്ചപ്പോ ഇങ്ങനെയുള്ള ചില പരമ്പരകൾ തൊടുത്തുവിട്ടു. 8 നില പൊട്ടി തറയിൽ വീണു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മാത്രമല്ല, സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുത്തകകൾ രംഗം കീഴടക്കുമ്പോൾ മുംബൈയിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോ വേരുപിടിച്ച സാധനങ്ങൾ ഒരു പ്രാദേശിക പരിഗണനയുമില്ലാതെ ഇവിടേക്ക് കൊണ്ട് നിക്ഷേപിക്കും. ഈ അടുത്തിടെ വനിതാ കമ്മീഷൻ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പരമ്പരകൾ അപ്പാടെ നിരോധിക്കണം. ഇതൊക്കെ ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ തകർന്നു പോകും, നയിച്ചു പോകും എന്നൊക്കെ വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. അവർ പറഞ്ഞതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട്. നട്ടപാതിരാക്കി കിടന്നുറങ്ങുന്ന ഒരു വീട്ടുജോലിക്കാരി കാഞ്ചീപുരം പട്ടുടുത്ത് കിടക്കുന്ന ചിത്രമൊക്കെ നമ്മൾ മലയാള ടെലിവിഷൻ സ്ക്രീനിൽ കാണാറുണ്ട്. നമ്മളൊരു ഉണക്ക സാരിയും ചുറ്റി ഒരു ജോലിക്കാരിയെ കിടത്തുന്നത് ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്താൽ ഒരാളും അത് കാണാനില്ല. നല്ല സാരി ഉടുത്ത് നിൽക്കണം 2800 രൂപ ശമ്പളമുള്ള ജോലിക്കാരി. കാഞ്ചീപുരം പട്ടുകൊടുത്തിട്ടുള്ളതാണെങ്കിൽ കെൻഗേമോ. നിങ്ങളിൽ എത്ര ആളുകൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വേര് പിടിച്ച പരമ്പരകളുടെ കഥകൾ അതേപോലെ റിമേക്ക് ചെയ്യുന്ന പരമ്പരകളാണ് ഇപ്പോൾ മലയാളത്തിലെ മിക്ക ടെലിവിഷൻ ചാനലുകളിലും വരുന്നത്. ഇതവരെ ഒറിജിനൽ സാധനം കൊടുക്കും, അതൊന്ന് സ്ക്രീൻ ചെയ്തിട്ടേക്ക് ഷൂട്ടിംഗ് തുടങ്ങും. ഒരാളെ നോക്കാൻ ഒരു കങ്കാണി പോലെ അവിടെ നിൽക്കുന്നുണ്ടാവും. അയാൾ പറയും, അവിടെ ഇടത്തോട്ടല്ല അവർ വെട്ടിത്തിരിച്ചത്, വലത്തോട്ടാണ് മുഖം തിരിച്ചത്, അതുകൊണ്ട് ഈ ചേച്ചിയോട് വലത്തോട്ട് തിരിയാൻ പറയും. അപ്പം ഇടത്തോട്ട് തിരിഞ്ഞതാണെങ്കിൽ ഇടത്തോട്ട് തിരിച്ച് തന്നെ തീരും. ഇത് കുറച്ചുകൂടെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞാൽ, ഈ ടെലിവിഷൻ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വെറൊരു സങ്കേതം മാത്രമാണെന്ന് തെളിയിക്കുന്ന ഉത്തരേന്ത്യൻ പരമ്പരകളുടെ നഗ്നമായ ആവർത്തനമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. അതായത് ആദ്യം ഒരു ഡ്യൂറേഷൻ ഉണ്ടാക്കും. 24 മിനിറ്റാണ് ഒരു പരമ്പരയുടെ ഒരു എപ്പിസോഡിന്റെ ഡ്യൂറേഷൻ. ആദ്യത്തെ 8 മിനിറ്റ് എന്ത് വേണമെന്ന് തീരുമാനിക്കും. കാര്യം ബ്രേക്ക് വരികയാണ്, ആദ്യത്തെ ഇടവേള. അതിനു മുമ്പ് പ്രേക്ഷകൻ ഈ ഇടവേള കഴിഞ്ഞ് എഴുന്നേറ്റ് പോകാതെ അവിടെ നിന്ന് ഈ പരമ്പരയുടെ 2ാം ഭാഗം കാണണം. അപ്പൊ നായിക റെയിൽവേ സ്റ്റേഷനിലെ പാളത്തിലൂടെ നടന്ന് ട്രെയിൻ ഇരച്ചു പാഞ്ഞു വരുന്നു. അവിടെ ബ്രേക്ക് അടിച്ചു. വീട്ടിലിരുന്ന് വീട്ടമ്മ ചങ്ക് പറഞ്ഞ് ആലോചിക്കുക, ട്രെയിൻ വന്ന് അവളുടെ മേളിൽ കയറി കാണുമോ. ഈ 4-5 മിനിറ്റ് ഈ പരസ്യം പോകുന്ന സമയത്തൊക്കെ ഈ അമ്മച്ചിയുടെ ചങ്ക് പറഞ്ഞുകൊണ്ടിരിക്കുക.
വീണ്ടും കാണിക്കുന്നു. ട്രെയിൻ വരുന്നു, അമ്മച്ചി നടക്കുന്നു, സഹോദരി നായിക നടക്കുന്നു, ട്രെയിൻ വരുന്നു, അത് കുറച്ചു നേരം പോകും. കാര്യം അത് നന്നായിട്ട് ആൾക്കാരെ പിടിക്കാൻ പറ്റും. എന്നിട്ട് ഈ ട്രെയിനൊക്കെ അങ്ങ് പോയി. അവർ മറ്റേ പാളത്തിലൂടെ നടന്നുപോയി. പ്രണയമൊക്കെ ആരംഭിച്ചു. പ്രണയം വല്ലരി പൂത്തൊലഞ്ഞു. രണ്ടാമത്തെ ബ്രേക്ക് വരുന്നു 16-ാം മിനിറ്റ്. അവിടെ നായികയുടെ കഴുത്തിന് പിടിച്ച് നായകൻ ഇരിക്കുന്നു. ബ്രേക്ക്. വീട്ടമ്മയ്ക്ക് ചങ്ക് പറഞ്ഞു, ഒന്ന് കാണുമോ അതോ ജീവൻ ബാക്കി കാണുമോ? ഇങ്ങനെ ക്ലൈമാക്സിലും ഇതുപോലൊരു പരിപാടി ചെയ്യും. കാര്യം പിറ്റേന്ന് രാത്രിയും ഈ പരമ്പര കാണണമെങ്കിൽ അത്രയും താല്പര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് അതിന് വേണം. അപ്പോ ആദ്യം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കുക. ഒരു 40 പേരടങ്ങുന്ന ഒരു ടീമാണ് ഈ കഥ ഉണ്ടാക്കുന്നത്. മിക്കവാറും സ്റ്റോറി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റോറി ഡിപ്പാർട്ട്മെന്റ് കഥ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് കാര്യങ്ങളെല്ലാം പിന്നെ ഒട്ടിച്ചു വെക്കുന്ന വേറൊരു ജനമാണ്. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഉത്തരേന്ത്യൻ നാടുകളിൽ മിക്കവാറും ഈ പരമ്പരകൾ. അത് സ്റ്റാറിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയുന്നുണ്ട്. ഞാനും സ്റ്റാറിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു എഴുത്തുകാരനോട് ഞാൻ ഇങ്ങനെ 2 ഡയലോഗ് ഈ പരമ്പരയിൽ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എഴുത്തുകാരൻ എന്നോട് പറഞ്ഞത്, നട്ടപ്പാതിലേക്ക് ചോര നീരാക്കി വെള്ളം പോലും കുടിക്കാതെ ഞാൻ എഴുതി ഉണ്ടാക്കി ഈ സാഹിത്യം കളയണമെന്നൊരു മുതലാളിയുടെ മനോഭാവത്തെ നിങ്ങൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞ് പുള്ളി എഴുന്നേറ്റങ്ങ് പോയി. കാര്യം അദ്ദേഹം ഈ ടെലിവിഷൻ സാഹിത്യത്തെ കാണുന്നതെന്ന് പറഞ്ഞാൽ MD ജ്ഞാനപീഠം കയറാനെടുത്ത സാഹിത്യരത്നം പോലെ എന്തോ സാധനമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുക. ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ലേഖനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ പരമ്പരകൾ വരും. ഒരേ കോമഡി കേട്ട ആളുകൾ ചിരിക്കും. ഒരേ രംഗങ്ങൾ കണ്ട് അമ്മയുടെ ചങ്ക് പറയും. ഇതൊരു അഡ്വാൻറ്റേജ് ആണോ എന്ന് എനിക്കറിയില്ല. പ്രാദേശികമായി വളർന്നു വരുന്നവർ മുഴുവനും കാലക്രമേണ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. വലിയ വലിയ മാളുകൾ വരുമ്പോൾ പരമേശ്വരപ്പിള്ളയുടെ ചായക്കട അടഞ്ഞു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. കോമ്പറ്റീഷനുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൺസ്യൂമറിന്റെ ഉത്തമമായ താല്പര്യം സംരക്ഷിക്കപ്പെടൂ എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊക്കെ പ്രധാനമന്ത്രി ചോദിച്ച പോലെ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. കാര്യം ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് മിക്ക ടെലിവിഷൻ കമ്പനികളുടെയും നിയന്ത്രണം ഇപ്പോൾ ഇവരുടെ കയ്യിലായിക്കഴിഞ്ഞു. ഏഷ്യാനെറ്റ് നമ്മുടെ നാട്ടുകാരനായ കൊടുങ്ങല്ലൂരെ ഒരാളിന്റെ കയ്യിലിരിക്കുന്ന കാലം മുതൽ സ്റ്റാർ എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി ഇത് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന പരിണാമമൊക്കെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അന്തർദേശീയ വിപണന സാധ്യതയും അവരുടെ റീച്ചും ഒക്കെ ഇതിന് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഡിജിറ്റലായിട്ട് ഇത് വിൽക്കാനുള്ള സാധ്യതകളൊക്കെ തെളിയും. അതേസമയം കേരള വിഷൻ നല്ലൊരു ബിസിനസ് മോഡലാണ് എന്റെ അഭിപ്രായത്തിൽ. പക്ഷേ ഈ ബിസിനസ് മോഡൽ നിലനിർത്താൻ കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിനാഷണൽ സ്ഥാപനങ്ങൾ വരുമ്പോൾ വലിയ പെടാപ്പാട് പെടാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമാകുകയാണ്. ഈ ടെക്നോളജി വന്ന് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾ കച്ചവടം കൂട്ടി പോകും. എന്റെ ഒരു അഭിപ്രായത്തിൽ റെഗുലേഷൻ വെച്ചിട്ട് TRAയോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ എത്രമാത്രം ഇടപെടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കുത്തകകളായ കമ്പനികൾ ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ ആ രാജ്യത്തെ സംസ്കാരം ശ്വാസം മുട്ടി മരിക്കാതിരിക്കണമെങ്കിൽ ആ രാജ്യത്ത് ഇടപെടൽ നടത്താൻ ഭരിക്കുന്ന സർക്കാർ എല്ലുറപ്പ് കാണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയോട് പറഞ്ഞത്.